എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും വികാരി ജനറൽ മാർ ജോസഫ് പാംബ്ലാനിയും സംയുക്തമായി ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പച്ച നുണകളാണ് എഴുതിയിരിക്കുന്നതെന്ന് വിശ്വാസികളുടെ സംഘടനകൾ ആരോപിക്കുന്നു. ഈ സർക്കുലർ അതിരൂപതയിലെ വൈദികരും സന്യസ്തരും വിശ്വാസികളും തള്ളിക്കളയുന്നുവെന്ന് അതിരൂപത സംരക്ഷണ സമിതി അറിയിച്ചു. അതിരൂപതയിലെ അടിയന്തര പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരു പരിഹാരവും ഈ സർക്കുലറിൽ ഇല്ല. ആർച്ച് ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥനയജ്ഞം നടത്തിയ 21 വൈദികരെ 2025 ജനുവരി 11 പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതിനെതിരെയോ ആ വൈദികരോട് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കിയതിനെക്കുറിച്ചോ സൂചിപ്പിക്കാതെ വിശ്വാസികളെ വീണ്ടും കുഴിയിൽ ചാടിക്കുന്നതും തമ്മിലടിപ്പിക്കുന്നതുമായ ഈ സർക്കുലർ പള്ളികളിൽ വെക്കാനാവില്ലെന്നും കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ക്രിമിനൽ കൂരിയായെ മാറ്റാതെ മെത്രാമാർക്ക് ഇവിടെ ഒന്നും ചെയ്യാനാകില്ല. ഈ കൂരിയെ ഇറക്കുന്ന ഒരു ട്രാൻസ്ഫറും വൈദികർ സ്വീകരിക്കുകയുമില്ല. മെത്രാന്മാർ ഉൾപ്പെട്ട സമിതികളിൽ നടന്ന ചർച്ചകളിലൊന്നിലും ഞായറാഴ്ചകളിലോ കടമുള്ള ദിവസങ്ങളിലോ ഒരു ഷെഡ്യൂൾഡ് കുർബാന ചൊല്ലാമെന്ന് അതിരൂപതയിലെ വൈദികരോ വിശ്വാസികളോ പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളം പറയാനും എഴുതാനും യാതൊരു ഉളുപ്പുമില്ലാത്ത മെത്രാന്മാർ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല വഷളാക്കാനാണ് നോക്കുന്നത്. ഈ നോമ്പുകാലത്തെങ്കിലും ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് വെറുതെയായെന്നും അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി. കൽദായ തീവ്രവാദികളുമായി ചേർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയെ നശിപ്പിക്കാനുള്ള നിഗൂഢ പദ്ധതികളൊന്നും വിജയിക്കില്ലെന്ന് അധികാരികൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ജനുവരി 11 പോലീസ് നരനായട്ടിന്റെ ഉത്തരവാദിത്വം ക്രിമിനൽ കൂരിയയ്ക്കും മെത്രാൻ സിനഡിനും സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനുമാണ്. ഈ ഗുരുതര വിഷയം വഴിതിരിച്ചു വിടാനുള്ള നിഗൂഢ തന്ത്രമാണ് സംയുക്ത സർക്കുലർ. 21 വൈദികരെ ആക്രമിച്ച വിഷയത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതുവരെ മറ്റു വിഷയങ്ങൾ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ജനാഭിമുഖ കുർബാനയൊഴികെ മറ്റൊരു രീതിയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാൻ അനുവദിക്കുകയില്ലെന്നും അതിരൂപത സംരക്ഷണ സമിതി PRO ഫാദർ ജോസ് വൈലിക്കോടത്ത് അറിയിച്ചു.